നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു കലാകാരനായിരുന്നു കലാഭവൻ മണിച്ചേട്ടൻ അല്ലേ? അദ്ദേഹം മരിക്കുന്ന കാര്യം എനിക്കറിയായിരുന്നു. ഇത്തരത്തിലുള്ളൊരു കർമ്മകാര്യങ്ങൾ ആദ്യം കിട്ടിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോയി കണ്ടത് മണിച്ചേട്ടനെ. അന്ന് ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ മുഴുവൻ ആൾക്കാർ നിൽക്കുക പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മണിച്ചേട്ടൻ എന്നോടും വന്ന് ചോദിച്ച് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, ഞാനൊന്ന് കാണാൻ വന്നതെന്ന് പറഞ്ഞു. ആ പോയ മണിച്ചേട്ടൻ തിരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു. ഒരിക്കൽ ഞാൻ നിന്നെ കാണുമെന്ന് ആഗ്രഹിക്കും, അന്ന് എന്നെ കാണാൻ വരുമെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി, ആത്മാവിനെ വിളിച്ചു വരുത്തി. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരാളുടെ ശരീരത്തിൽ ഞാൻ വരുത്തി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരാളുടെ ശരീരത്തിൽ വരുത്തി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ശരീരത്തെ വിളിച്ചു വരുത്തി. എൻ്റെ ക്ഷേത്രത്തിൽ അദ്ദേഹം വരെയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വിളിച്ചു വരുത്തി. അതുവരെ അല്ലാത്തൊരു ചാപല്യായിരുന്നെന്ന് ആ സാറ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ മരണം റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും മണിച്ചേട്ടൻ സംസാരിക്കുക? ഒരുപാട് കാര്യം സംസാരിച്ചു. ചിലർ സർജറിയുടെ സമയത്തൊക്കെ അല്ലെങ്കിൽ ഉറക്കത്തിലാണെങ്കിലും നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരം വിട്ട് മാറി നിന്ന് നമ്മളെ വീക്ഷിക്കും എന്നുള്ളൊരു കാര്യം. അപ്പോൾ രാജീവേട്ടൻ പറയുന്നത് മരണശേഷവും നമ്മുടെ സോൾ എന്ന് പറയുന്നത് അവർക്ക് നമ്മുടെ ശരീരത്തിനെ വീക്ഷിച്ചുകൊണ്ട് അവർ ആ ഒരു സറൗണ്ടിങ്സിൽ തന്നെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എന്താണ് ആ അനുഭവം? ഒന്നും കൂടി ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാം. ഞാൻ എൻ്റെ ഈ ശരീരം വിട്ടതിന് ശേഷം ഞാൻ എല്ലാ ചടങ്ങും ഈ ബോഡിയുടെ കാര്യങ്ങൾ ചെയ്ത് കണ്ട ഒരാളാണ്. കാരണം ഇത് എല്ലാ ചടങ്ങും ഈ പറഞ്ഞില്ലേ, എല്ലാ ചടങ്ങുകളും ചെയ്തത് കത്തിക്കാൻ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഈ ബോഡിക്ക് ഒരു അനക്കം എന്താ. അപ്പോൾ എന്താണ് ആ സോളിന് എന്താ ഫീൽ ചെയ്തത്? അല്ല ഒരു കാര്യം ഉണ്ടാവുന്നില്ല. ഇപ്പം നിങ്ങൾ പലരും പറയുന്നത് കരയാണ്, അങ്ങനെ ചെയ്യും, മരിച്ച ആൾക്കാർ അങ്ങനെ കരയും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്നത്, അത്തരം കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ട് ഒരാളല്ല. നമ്മുടെ സോളിന് എന്താണ് ഒരു അനുഭവം എന്താ വരിക? നമ്മൾ സുഖമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കുമോ? ഒരിക്കലും അല്ല, സുഖമായിട്ടൊരു അവസ്ഥയല്ല. നമ്മളിതെല്ലാം പലരും പറയുന്നത്, ഇപ്പോൾ ഒരു ആത്മാവെന്ന് പറഞ്ഞാൽ ചിലർ പറയും ഒരു കുമിളയാണെന്ന് പറയും, പലരും അത് കാറ്റാണെന്ന് പറയും. എൻ്റെ അനുഭവത്തിൽ അതൊന്നുമല്ല. എൻ്റെ അനുഭവത്തിൽ ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആ കാഴ്ച എനിക്ക് ആ രീതിയിലായതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ആ സമയത്ത് ഇമോഷൻസ് ഉണ്ടാവോ? തീർച്ചയായിട്ടും ആ ഒരു ഇമോഷൻസ് ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അത്രയും വേദനിക്കുന്ന രീതിയിൽ പെയിൻ അനുഭവപ്പെടും. അതിനൊന്നാമത്തെ കാരണം ഞാൻ പറയാം. ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടില്ല ആർക്കും. ഒരു ആത്മാവ് മാറി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇത് വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പൊ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുന്നതാണ്. എന്താ എക്സ്പീരിയൻസ് ചെയ്ത് വന്ന ഒരാളാണല്ലോ. അങ്ങനെ വന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ എത്ര കോടികളിൽ ഒരാളോ അല്ലെങ്കിൽ ലക്ഷത്തിൽ ഒരാളോ അങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുന്നുള്ളൂ. അങ്ങനെ ഒരാളെ മുമ്പിൽ കിട്ടുമ്പോൾ എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എന്തായാലും ഇത് കാണുന്ന എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും. അതിന് ഒന്നാമത്തെ കാരണം നമ്മുടെ ഉള്ളിൽ ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. ഇപ്പം താൻ ജീവിച്ചിരിക്കുന്ന ഒരാളല്ലേ ഇപ്പം ലൈവ്. തൻ്റെ കൂടെ ഒരു എനർജി ഉണ്ടെന്ന് പറഞ്ഞാൽ തനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ആ എനർജിയാണ് തന്നെ കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞാലും തനിക്ക് വിശ്വാസമാവില്ല. ഈ എനർജി തന്നെയാണ് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുകയാണെങ്കിൽ നമ്മുടെ മരണം സംഭവിച്ചാൽ ഇതാണ് നമ്മൾ സ്വീകരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ ക്ലാരിറ്റി ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായാലും എനിക്ക് മനസ്സിലായി. കാരണം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ കൂടെ നമ്മളല്ലാത്തൊരു എനർജി കൂടി ഉണ്ട്. അതിനാണ് കർമ്മം എന്ന് പറയുന്നത്. ആ കർമ്മത്തിന് തന്നെ വിഘ്നത്തിനാണ് നമ്മൾ ദോഷം എന്ന് പറയുക. അത് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കും, നമ്മുടെ ശരീരത്തിനെ ബാധിക്കും. ഈ കർമ്മം എപ്പോഴാണ് തീരണു? ആ മനുഷ്യൻ മരണപ്പെട്ടിരിക്കും. ആ കർമ്മം തീരാതെ നോക്കാൻ കഴിവുണ്ടെങ്കിൽ ആളുടെ മരണം നടക്കില്ല എന്നാണ് പറയുക. ഇപ്പം ഞാൻ പോയി തിരിച്ചു വന്നാൽ, എൻ്റെ ആത്മാവ് പോയി തിരിച്ചു വന്നിട്ട് ഞാൻ സാധാരണ പോലെ ഒരാളെ പോലെ ജീവിക്കുകയാണെങ്കിൽ ആർക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ്, സാധാരണ രീതിയിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ ഞാൻ അതിന് ശേഷം എനിക്കുണ്ടായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആര് കണ്ടാലും വിശ്വസിക്കാത്ത കാര്യങ്ങളായിരിക്കും. ഇല്ല, ഇതിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ആത്മാവ് വിട്ട് നിൽക്കുന്നു, ശരീരം ഈ നടക്കുന്ന ചടങ്ങുകളും എല്ലാം നോക്കി ഒരു സാക്ഷിയ ഭാവത്തിൽ നോക്കി കാണുന്നു, എല്ലാവരും കരയുന്നു. ആ ഒരു നമ്മൾ അവിടെ തന്നെ ഉണ്ട്, നമ്മുടെ പ്രസൻസ് എന്ന് പറയുന്നത്. എപ്പോഴാണ് ഈ എൻ്റെ ആത്മാവ് ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ളൊരു കാര്യം തോന്നുമല്ലോ, അതെപ്പോഴാണ് സംഭവിച്ചത്? എന്തായിരുന്നു ആ ഒരു ആത്മാവിൻ്റെ ആ ഒരു എന്താ ആ സമയത്ത് ഫീൽ ചെയ്തതെന്ന് പറയും? ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ ശരീരം വിടാണെന്ന് അറിയാൻ പറ്റും. ഞാൻ ഇന്ന് വരെ ഒരു ചാനലിൽ പറയാത്തൊരു കാര്യമുണ്ട്. എൻ്റെ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ സ്വകാര്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു കലാകാരനായിരുന്നു കലാഭവൻ മണിച്ചേട്ടൻ അല്ലേ? അദ്ദേഹം മരിക്കുന്ന കാര്യം എനിക്കറിയായിരുന്നു. അപ്പം ഞാനത് പറഞ്ഞുകൊണ്ട് വലിയ അത്ഭുതമല്ല പറയണേ. എനിക്ക് ഈ ഇത്തരത്തിലുള്ളൊരു കർമ്മകാര്യങ്ങൾ ആദ്യം കിട്ടിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോയി കണ്ടത് മണിച്ചേട്ടനെ. അന്ന് ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ
ഫ്രണ്ടിൽ മുഴുവൻ ആൾക്കാർ നിൽക്കുക പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മണിച്ചേട്ടൻ എന്നോടും വന്ന് ചോദിച്ച് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാനൊന്ന് കാണാൻ വന്നതെന്ന് പറഞ്ഞു. ആ പോയ മണിച്ചേട്ടൻ തിരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു. ഒരിക്കൽ ഞാൻ നിന്നെ കാണുമെന്ന് ആഗ്രഹിക്കും, അന്ന് എന്നെ കാണാൻ വരുമെന്ന് ചോദിച്ചു എന്നോട്. അന്ന് ഞാൻ കാണാൻ ചെന്നായിരുന്നു ആൾ മരിക്കണമെന്ന് അമൃത ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വരെ. പക്ഷെ പലരോടും പറഞ്ഞിട്ട് എന്നെ കാണിച്ചില്ല. ഞാൻ കണ്ടിരുന്നെങ്കിൽ പുള്ളി ഇന്ന് ജീവിച്ചിരുന്ന എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പക്ഷേ അതെൻ്റെ വല്ലാത്തൊരു സങ്കടവും വിഷമം തന്നെയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സങ്കടങ്ങളിലൊന്നാണ് അത് മണിച്ചേട്ടൻ. പക്ഷേ മണിച്ചേട്ടനെ തിരിച്ച് വിളിച്ച് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി, ആത്മാവിനെ വിളിച്ചു വരുത്തി. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരാളുടെ ശരീരത്തിൽ ഞാൻ വരുത്തി. ആണോ? അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരാളുടെ ശരീരത്തിൽ വരുത്തി സംസാരിച്ചു കഴിഞ്ഞ. എന്തായിരുന്നു അത് ഇൻസിഡന്റ്? എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ശരീരത്തെ വിളിച്ചു വരുത്തി. ആണോ? എൻ്റെ ക്ഷേത്രത്തിൽ അദ്ദേഹം വരെയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വിളിച്ചു വരുത്തി. അതുവരെ അല്ലാത്തൊരു ചാപല്യായിരുന്നെന്ന് ആ സാറ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ മരണം റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും മണിച്ചേട്ടൻ സംസാരിക്കുമോ? ഒരുപാട് കാര്യം സംസാരിച്ചു. ഞാനത് വിട്ടോളാം, ഞാനത് കേൾക്കാൻ നിന്നില്ല. ഞാനത് വരുത്തി വെച്ചിട്ട് ഞാൻ മാറി നിന്നു. കുറേ കാര്യങ്ങൾ അന്ന് അവിടെ നിന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ശരീരത്തിൽ അത് മാറുക ചെയ്തത്. അതെൻ്റെ ജീവിതത്തിലെ എനിക്ക് അതിന് ശേഷം ഒരു സമാധാനം കിട്ടിയത്. കാരണം ഏതൊരു ഭൂമിയിൽ പറയാൻ ബാക്കി വെച്ചിരുന്ന എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അത് നമ്മളത് പറഞ്ഞുകൊണ്ട് അർത്ഥമില്ല, മനസ്സിലായോ? ഇപ്പം ഞാനത് എൻ്റെ ശരീരത്തിൽ വന്നെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല, തട്ടിപ്പാ. എല്ലാവരുടെ ഒരു തീരാ വേദന തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ഒരു ചാനലിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ചെയ്തിട്ടില്ല. ഞാനത് പറയാൻ കാരണം ഇപ്പം താങ്കൾ എൻ്റെ കാര്യം ചോദിച്ചു എങ്ങനെ ഒരു ആത്മാവിനെ നോക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയത് മണിച്ചാണ് എനിക്ക് തോന്നിയത്. ഞാനത് ചെയ്ത ആളാണ്. അത് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊരാളുടെ ശരീരത്തിൽ ഞാൻ വരുത്തിയത്. ഇന്നും അതേ കർമ്മത്തിന് വിളിച്ചു വരുത്താനുള്ള കഴിവ് എനിക്കുണ്ട്. അത് അവരുടെ ശരീരത്തിൽ. ഞാൻ എൻ്റെ ശരീരത്തിൽ വന്ന് പറഞ്ഞവരെ വിശ്വസിക്കരുത്, തട്ടിപ്പാ. എനിക്ക് അവരുടെ വീട്ടിലൊരാളുടെ ശരീരത്തിൽ വരുത്താൻ കഴിവുണ്ടെങ്കിൽ അത് ശരിയായിട്ടല്ലേ വരുള്ളൂ, അല്ലെങ്കിൽ വരില്ലല്ലോ. ശരിയല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അദ്ദേഹത്തിന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ ഒട്ടും താല്പര്യമില്ലാത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അല്ല, അദ്ദേഹത്തിൻ്റെ അനിയൻ. അദ്ദേഹം യാദൃച്ഛികമായിട്ട് വരെയും നമ്മളത് കാണുകയും നമ്മൾ ചെയ്യാൻ കാരണം ചെയ്തതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടാണ് അത് ചെയ്തത്. അതിനുശേഷം 3 ദിവസം ആ ക്ഷേത്രം ഞാൻ അടച്ചിട്ട്, അത് ആ 3 ദിവസം ഞാൻ നിന്ന് കരയുന്ന ഒരു അവസ്ഥ എത്തി. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സങ്കടം ഒഴിഞ്ഞു പോയത് അന്നാണ്. എന്താണ് അന്ന് പറഞ്ഞതെന്നുള്ളത് റിവീൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണത്. കാരണം വെച്ചാൽ എനിക്ക് അറിയണം എന്ന് തോന്നിയൊരു കാര്യം, ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു മാത്രമേ ഉള്ളൂ. അത് മഹാ അത്ഭുതമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അത് ഏതൊരു ആത്മാവിനെ കണക്ട് ചെയ്യാൻ ഇത്ര വലിയ സംഭവമൊന്നുമല്ല എന്നെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോഴും ഒരു കാര്യത്തിന് ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായിരുന്നു എല്ലാം കണ്ട് സാക്ഷിഭാവത്തിൽ നിന്ന ആത്മാവിന് തിരികെ ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കണമെന്ന് തോന്നിയത്? എങ്ങനെയായിരുന്നു ആ ഒരു ഇൻസിഡന്റ്? അതിനൊരു അവസരം മാത്രം എന്ന് വെച്ചാൽ ഞാൻ സാധാരണക്കാരനെ പോലെ നടക്കണം ഞാൻ ആഗ്രഹിച്ചതാണ്. അത് ഒരു കർമ്മം കിട്ടിയ ഒരാൾ സാധാരണ പോലെ നടക്കണമെങ്കിൽ ആ ശരീരത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാണ്ട് പറ്റില്ല. അല്ല, നമുക്കിപ്പോൾ ആത്മാവായിട്ട് മാറി നിൽക്കുകയാണല്ലോ. നമുക്കിപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം, ഏതാണ് എന്താ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പോലും അറിയില്ലാത്തൊരവസ്ഥയിൽ എല്ലാം അറിയാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ വിട്ട് നമുക്ക് അറിഞ്ഞുകൊണ്ടേ നമ്മൾ മരണപ്പെടുന്നുള്ള. അപ്പൊ എങ്ങനെയാണ് നമുക്ക് തിരിച്ച് ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ളൊരു എന്താ സംഭവിക്കുന്നത്? അത് നമ്മൾ കർമ്മകാര്യങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ, മനസ്സിലായോ? അപ്പം ഞാനത് അങ്ങനെ സംഭവിച്ചു. ആ സമയത്ത് എന്തെങ്കിലും ആശരീരി കേൾക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല, ഒരു ഇൻസ്ട്രക്ഷൻസും ഇല്ല, നമുക്ക് സ്വയമേ തോന്നുന്നതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തി, നിങ്ങൾ ഇരിക്കുന്നില്ലേ, നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളുടെ ശരീരത്തിന് പിടിച്ചാൽ കാണിച്ചുതരാം. വേണ്ട, നിങ്ങൾ വെറുതെ പറഞ്ഞു വിടുള്ളൂ അവിടെ നിന്നിട്ട്. പിന്നെ എടുത്തുകൊണ്ട് വേണമെങ്കിൽ കത്തിക്കാനത് പറ്റുള്ളൂ, മനസ്സിലായോ? അപ്പോൾ അത് എങ്ങനെ ചെയ്യാന്നുള്ളത് ഒരു കർമ്മ. അപ്പോൾ തിരിച്ചത് അതിൽ സ്വീകരിച്ചു വയ്ക്കാനും പറ്റും, തിരിച്ച് അതേ ശരീരത്തിൽ നിർത്താനും പറ്റും. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ ഇതിന് ഭയങ്കര സംഭവമായിട്ടൊന്നും കാണണ്ട എന്ന് ഞാനത് കാണാത്തതിന് കാരണം ഞാനിത് വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ കൊണ്ട് ഞാൻ നടത്തിപ്പോകുന്നൊരു വ്യക്തിയാണ്. ഇത് പരകായ പ്രവേശം അങ്ങനെയുള്ള ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ കുറേ ബേസ് അതൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ ഈ പഠിച്ചു വെച്ചാണ് കാര്യങ്ങളൊന്നും അല്ല. ഇപ്പോൾ പലരും പറയില്ലേ, നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിച്ച ദൈവങ്ങളെ കാണുന്നു, അയ്യപ്പസ്വാമി ഗണപതിനൊക്കെ ഞാൻ ദൈവമായിട്ട് ഇവരെ കണ്ടിട്ടില്ല, നാളെയും കാണില്ല. കാരണം ഇവരൊക്കെ സാധാരണ മനുഷ്യരാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.
അവരുടെ പ്രവൃത്തി കൊണ്ട്, നല്ല പ്രവൃത്തി അതിൻ്റെ പേരിൽ നമ്മൾ ഇന്ന് അവരെ ആരാധിക്കുന്നത്. അവർ ദൈവമായിരുന്നുവെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ അവർ കേട്ട് നമുക്ക് നല്ലത് തരണ്ടേ, അല്ലേ? അവർ സാധാരണ മനുഷ്യരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അവരെ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് രീതിയിൽ കർമ്മ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. എൻ്റെ ക്ഷേത്രത്തിൽ പൂജകളോ വഴിപാടുകളോ ഹോമങ്ങളോ ആവാഹനങ്ങളോ ഉച്ചാരണങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് വളരെ കോൺട്രവേഴ്സി ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. നമ്മളപ്പം വിശ്വസിക്കുന്നത്, ഈ ആത്മാവായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് സാധാരണ ഒരു വിശ്വാസം ഉണ്ടല്ലോ, നമുക്കൊരു പ്രകാശം നമ്മളെ ഗൈഡ് ചെയ്യുന്നു എന്നുള്ളതും, അല്ലെങ്കിൽ നമ്മുടെ പൂർവികരെ നമ്മൾ കാണുന്നു എന്നുള്ളതും ഒക്കെ ഇതിൻ്റെതായിട്ടുള്ള ഭാഗമായിട്ട് നമ്മൾ അറിയുന്നു. നമ്മൾ ദൈവത്തെ ആ സമയത്ത് കാണുന്നു, അറിയുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ സങ്കല്പമാണ്, നമ്മുടെ വിശ്വാസമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആ സമയത്ത്? ഇത് പലരും, പല ആചാര്യന്മാരും പലതരത്തിൽ പറയും. എനിക്ക് സംഭവിക്കുന്നത് ഒരു പകൽ സമയത്താണ് നടക്കുന്നത്. പകൽ സമയത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും അറിയാണ് ഇത് സംഭവം. കാണുന്നത് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ വൈഫിൽ നിന്ന് അറിയണതും എൻ്റെ അമ്മയിൽ നിന്ന് അറിയണതും എൻ്റെ ബോഡി കിടന്ന് കുലുക്കണതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഈ സംഭവമൊക്കെ കാണുന്നുണ്ട്. എൻ്റെ മക്കളും എല്ലാവരും ആ വീട്ടിൽ ചുറ്റിരുന്നൊക്കെ അറിയണത് ഞാൻ കാണുന്ന ഒരാളാണ്. എൻ്റെ അമ്മ ആകെ തളർന്ന് വീഴുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മളതുപോലെ തന്നെ തിരിച്ച് വന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമ്മുടെ ജീവിതം മാറി എന്ന് കണ്ടപ്പോഴാണ് പലർക്കും ഇത് എന്താണ് സംഭവിച്ചെന്ന് അറിയില്ല. ഇത് തിരിച്ചു വരുമ്പോൾ വീട്ടുകാരെങ്ങനെയാണിത് ഉൾക്കൊള്ളുന്നത്? അത് വരുന്നത് പറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു വന്ന ഒരാൾ, നമ്മളായിട്ട് ജീവിച്ചാൽ മതി. നമ്മൾക്ക് കിട്ടിയൊരു കഴിവ് പുറത്തറിയുമ്പോൾ അതിനൊരു അമാനുഷികതയായിട്ട് ചിത്രീകരിക്കാതിരുന്നാൽ മതി. നിങ്ങൾ കണ്ടിട്ടില്ലേ, പല ആൾക്കാർ എന്തെങ്കിലും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആൾ ദൈവവും വലിയ രീതിയിൽ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ നടക്കുന്നത്? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാവാനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ ഫാമിലി, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ വൈഫാണ്, എൻ്റെ അച്ഛനമ്മ, എൻ്റെ മക്കളൊക്കെ എനിക്ക് ഏറ്റവും വലുത്. എനിക്ക് ഏറ്റവും ആഗ്രഹം അവരുടെ കൂടെ ജീവിക്കാനാണ്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ചെറിയൊരു അറിവ് എന്ന് പറഞ്ഞൊരു മനുഷ്യന് ദുരിതങ്ങളോ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ മാത്രമേ എനിക്ക് കഴിവുള്ളൂ. അല്ലാതെ വരം കൊടുക്കാനോ അല്ലെങ്കിൽ കുറേ പൈസ ഉണ്ടാക്കി കൊടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഇതിപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടതിന് ശേഷം തൊട്ടിട്ടാണോ സാറിന് ഇങ്ങനൊരു കഴിവുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത്? തീർച്ചയായിട്ടും അതെനിക്ക് അറിയാമായിരുന്നു, സംഭവിക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു. ഇതൊക്കെ നമുക്ക് തന്നെ കിട്ടുന്ന ഇൻഡ്യൂഷൻസ് ആണോ? തീർച്ചയായിട്ടും. അതോ നമ്മൾ ആരെങ്കിലും ഗൈഡ് ചെയ്യുന്നുണ്ടോ? ഒരിക്കലുമല്ല. നമ്മുടെ അനുഭവങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ. ഒരു കാര്യം തുറന്നു പറയാം, ഇത്തരം കാര്യങ്ങളോട് എനിക്കൊരു വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. എൻ്റെ ജീവിതമാണ് എന്നെ പഠിപ്പിച്ചത്. ഇപ്പം ഞാൻ കിടന്നുറങ്ങുകയാണെങ്കിൽ എൻ്റെ അടുത്ത് എപ്പോഴും ഒരു പാമ്പ് വന്നിരിക്കുന്നു. ഞാൻ കിടക്കണ എൻ്റെ അടുത്ത് പാമ്പോ? ഒരു പത്തി പിടിച്ച ഒരാളിങ്ങനെ വന്നിരിക്കും. ഇന്നും ഇത് ഈ ഒരു ഇൻസിഡന്റിന് ശേഷം മുതലാണോ ഇത് റിയലൈസ് ചെയ്ത് തുടങ്ങിയത്? അല്ല, എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ ഒരുപാട് ഭയന്ന ഒരാളാണ്. ചെറുപ്പം മുതലേ ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രസൻസ് ഉണ്ട്. എപ്പോഴും ഞാൻ ഭയന്ന ഒരാളാണ്. ഇന്ന് ഞാൻ എൻ്റെ ക്ഷേത്രത്തിലേക്ക് സംഭവിക്കുമ്പോൾ ഒരു സാധാരണ ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാവരും കാണുന്നുണ്ട്, കോമൺ ആയിട്ട് എല്ലാവർക്കും ഇത് കാണാം. ക്ഷേത്രത്തിൽ വരുന്നവർക്ക് ഇത് കോമൺ ആയിട്ട് കാണാം. ഇത് വലിയൊരു അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം. എന്നെ സംബന്ധിച്ച അത്ഭുതമല്ല. എനിക്കറിയാം എൻ്റെ ഉള്ളിലുള്ളൊരു കർമ്മശക്തി ഇന്ന കാര്യമായതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. അതെന്തിനാണ് പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നീ കാണിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയതാണ്. ഇപ്പം നമ്മൾ ഒരു ക്ഷേത്രങ്ങളിലൊക്കെ പലതരത്തിലാണ് ഈ ചടങ്ങുകൾ ചെയ്യണത്, അല്ലേ? ഇതിന് വിളിച്ചു വരുത്തി ആരും കർമ്മം ചെയ്യണമെന്ന് വരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചെയ്യുന്ന ഒരാളാണ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് വളരെ വിശദമായിട്ട് തന്നെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ് ചേട്ടാ. നമസ്കാരം.